എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ മോഹിക്കുന്നത് ആരാണ്? ആരാണ് നിങ്ങളറിയാതെ നിങ്ങളെ മോഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. മഞ്ഞ നിറത്തിലുള്ളൊരു ഫയലും വയലറ്റ് നിറത്തിലുള്ളൊരു ഫയലും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ആരാണ് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മോഹിക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം വയലറ്റ് നിറത്തിലുള്ള ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ നിങ്ങളറിയാതെ സ്നേഹിക്കുന്നത് ആരാണ്? ആർക്കാണ് നിങ്ങളിൽ ആ മോഹമുള്ളത്? നിങ്ങളോട് പറയാതെ, നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ ആരാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോ ഉപകാരമാവുന്നത്. ഹൃദയത്തിൽ നിങ്ങളറിയാതെ നിങ്ങളെ ആരോ ഒക്കെ സ്നേഹിക്കുന്നു. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അവർ എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ തുറന്നു പറയുന്നില്ല എന്നിത്യാദി കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് പോകാം. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? തീർച്ചയായിട്ടും അതൊരു വളരെ ശക്തമായ സ്നേഹമാണ്. റൊമാൻസാണ് ആദ്യത്തെ കാർഡിൽ കാണിക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ കലശലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറുതല്ല അത്. ഒരു ആകർഷണമല്ല, ഒരു ആകർഷണം മാത്രമല്ല, നിങ്ങളറിയാതെ നിങ്ങൾ അവർ സ്നേഹിക്കുകയാണ്. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ മടങ്ങാണ്. കൃത്യമായിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. അവരുടെ ആഴം നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. അവരുടെ ആഴം വളരെ ശക്തമായ ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ശക്തമായ ആഴത്തിലുള്ള അവരുടെ സ്നേഹം വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സ്നേഹമാണ്. എങ്ങനെ അവർ നിങ്ങളില്ലാതെ കഴിയുന്നു എന്നാണ് അത്ഭുതം. കാരണം അത്രത്തോളം ആഴത്തിലുള്ളൊരു ഇഷ്ടമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം ആ ഇഷ്ടത്തെക്കുറിച്ച്, നിങ്ങൾക്ക് സൂചന ലഭിച്ചിരിക്കാം, ഒരുപക്ഷെ ഇല്ലായിരിക്കാം. മിക്കവാറും സൂചന ലഭിക്കാതിരിക്കാൻ സാധ്യതയില്ല. സൂചന ലഭിക്കുക തന്നെ ഉണ്ടാവും. കാരണം അത്രത്തോളം ആഴത്തിലുള്ളൊരു ഇഷ്ടമാണ്, അത്രത്തോളം ആഴത്തിലുള്ളൊരു സ്നേഹമാണ്. ഇത്തരം ഒരു സ്നേഹത്തിന് സൂചനയില്ലാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. കാരണം സൂചന ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അറിഞ്ഞിരുന്നിരിക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് അടുത്തത് നോക്കാം. ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ സമീപിക്കും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ കോളാകാം, ആ വ്യക്തിയുടെ സന്ദേശമാകാം, ആ വ്യക്തി നേരിട്ട് വരാം, ആ വ്യക്തി ആരെങ്കിലും പറഞ്ഞു വിടുക. ഇതൊക്കെ സംഭവിക്കാം. നിങ്ങളെ ആ വ്യക്തിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തിക്ക് അതിന് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളിലേക്ക് വിവരവുമായിട്ടെത്തും. തീർച്ചയായിട്ടും ആ എത്തൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ എത്തൽ തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നോളൂ. ഇനി അത് ആ വ്യക്തിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. മാത്രമല്ല, സ്നേഹം മാത്രമല്ല ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹം മാത്രമല്ല ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് നിങ്ങളിൽ വലിയ വിശ്വാസമാണ്. ആ വ്യക്തിക്ക് നിങ്ങളുള്ള വിശ്വാസത്തിന് വലിയ ആഴമുണ്ട്. ആ ആഴം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. വെറും സ്നേഹം മാത്രമല്ല, വെറും ഒരു ആകർഷണം മാത്രമല്ല, നിങ്ങൾക്കും അതിന് പങ്കുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സമീപനങ്ങൾ. ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ അറിയാതെയാണ് ആ സ്നേഹം അവിടെ നിന്ന് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും, ഇന്ന വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവ് ഇല്ലാതെ, ഇപ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ, ഒരുപക്ഷെ മുമ്പ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരിക്കാം. നിങ്ങൾ സ്നേഹിച്ചിട്ട് ഒരുപക്ഷെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങൾ പിൻവാങ്ങി. ഇനി അത് നടക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ചിന്തയില്ല. ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുമെന്നുള്ള ചിന്തയില്ല. പക്ഷെ ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ
ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുന്നു. നിങ്ങളെന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒട്ടും ഉണ്ടായിരിക്കുന്നു, വിശ്വാസം ജനിപ്പിച്ചിരിക്കുന്നു. മുൻപ് ചില ആളുകൾ ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കാം. ആ വ്യക്തിക്ക് സ്വയമേവ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അന്ന് തീരുമാനമെടുത്തിരിക്കാം. പക്ഷേ നിങ്ങൾ പിന്മാറിയപ്പോൾ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളത് എന്നേക്കുമായിട്ട് കളഞ്ഞപ്പോൾ, നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലായി ആ വ്യക്തി എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല. കാരണം ഞാൻ ആ വ്യക്തി ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് എന്നോട് അകൽച്ച തോന്നിയെന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാം. തീർച്ചയായിട്ടും ആ കാലഘട്ടം മാറുകയാണ്. ആ കാലഘട്ടം മാറി പോവുകയാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നു. നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തുന്നു. നിങ്ങളുടെ ഒരു പോസിറ്റീവ് തരംഗം ആ വ്യക്തിയിലേക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ മാറി നിന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ വ്യക്തി, നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ആ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടലുകൾ പിന്നെയും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ആകർഷണം ഉണ്ടായാൽ ഒരു റൊമാൻസ് ഉണ്ടാവും. പക്ഷേ ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളറിയാതെ ഒരു പക്ഷേ നിങ്ങളെ ആ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ നിങ്ങളറിയാവുന്ന ആരെങ്കിലുമോ നിങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിച്ചത് ഇപ്പോൾ അത് വിജയിച്ചിരിക്കുന്നു, അത് പോസിറ്റീവായിട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വിശ്വാസമാണ്, പോസിറ്റീവായിട്ട് ആ വ്യക്തി കടന്നു പോകുന്നു. വിശ്വാസമാണ് അവിടെ കാണുന്നത്, ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. ചെറിയ കാര്യമല്ല, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിലൂടെ, നിങ്ങൾക്ക് വന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കതിനുള്ളൊരു സാധ്യത വന്നിരിക്കുന്നു. നിങ്ങൾ ആദ്യം വിചാരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കില്ലെന്നാണ്, നിങ്ങളെ ആ വ്യക്തി ശ്രദ്ധിക്കില്ലെന്നാണ്. പക്ഷേ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രണയം തുറന്നു പറയാനും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുമിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. ആ ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അൺലക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ മാറിപ്പോയി, നിർഭാഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. നിർഭാഗ്യകരമായ സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിക്കാൻ കഴിയാതിരുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. നിർഭാഗ്യകരമായ സിറ്റുവേഷൻ മാറി ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലെത്തിയിരുന്നു. മുൻപ് നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ശ്രമിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നത് ആ സമയത്തിൻ്റെ മോശമായിരിക്കാം. കാരണം അത് സമയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ആ വ്യക്തി ഇതുവരെ ചിന്തിച്ചിരുന്ന ഒരു ഡയറക്ഷനിലല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും നിങ്ങളിലേക്ക്, ആ വ്യക്തിയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും കാലം നിങ്ങളെ മനസ്സിലാക്കാതെ പോകാൻ കാരണം മറ്റൊരു ചിന്താഗതിക്ക് അടിമയായിരുന്നു, അത് മറ്റൊരു ചിന്താഗതിയിലായിരുന്നു ആ വ്യക്തി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തയിൽ മാറ്റം വന്നിരിക്കുന്നു. ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നതല്ല സത്യം, ഞാൻ ഇതുവരെ നല്ലതെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാർ മോശമായിരുന്നെന്ന്, ഞാൻ ഇതുവരെ മോശമാണെന്ന് വിശ്വസിച്ച ആൾക്കാർ നല്ലതാണെന്നുള്ള ഒരു ചിന്ത വരാം. ഒരുപക്ഷെ കരിയറിലെ മാറ്റമാകാം, പ്രായത്തിൻ്റെ മാറ്റമാകാം. ആ ഡയറക്ഷൻ മാറിയിരിക്കുന്നു മൊത്തത്തിൽ ജീവിതത്തിൽ. അങ്ങനെ ആ ഡയറക്ഷൻ മാറിയതിലൂടെ ആ വ്യക്തി നിങ്ങളെ കാണുന്നു, നിങ്ങളിൽ റൊമാൻസ് ഉണ്ടാകുന്നു, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ വ്യക്തിയുടെ ചിന്ത മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള അപ്രോച്ച് യെസ് ആയി മാറിയിരിക്കുന്നു. മുൻപ് നോ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ യെസ് എന്നായിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. മാറിയിരിക്കുന്നു, സമീപനം മാറിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ അറിയുന്നു, നിങ്ങളെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു, ഒരുമിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു. എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിക്കുന്നു ആ വ്യക്തി. മുൻപ് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റൊമാൻസ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളിലേക്ക് ഡയറക്ഷൻ മാറുന്നു, ഓപ്പർച്യൂണിറ്റി വരുന്നു, അതിവേഗം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങളെ മറ്റാരിലേക്കാളും വലുതായിട്ട് നിങ്ങളെ വിശ്വസിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായത്തിനായിട്ട് ഇപ്പോൾ ഉണ്ട്. മുമ്പുണ്ടായിരുന്നിരിക്കില്ല. അതായത് ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്നതും നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ കുറേ ആളുകൾ വന്നിരിക്കുന്നു.
അപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം, ആ വ്യക്തിയുടെ ചിന്ത പോസിറ്റീവായിട്ട് മാറി, ആ വ്യക്തി ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തുന്നു, ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാകുന്നു, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി ആഴ്ന്നിറങ്ങി പോകുന്നു. ഒരുപാട് പേരെ അത് സഹായിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ട ദൈവങ്ങൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിയുടെ സൽശക്തികൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ഹൃദയം പകർന്നിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന ശക്തിക്ക് മുമ്പിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടണമെന്ന്. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കണക്കാക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ചെറിയൊരു ആകർഷണമല്ല. ഇപ്പോൾ നിങ്ങളോട് അഗാധമായ സ്നേഹം, ഇപ്പോൾ നിങ്ങളോട് അഗാധമായ താല്പര്യം ആ വ്യക്തിക്ക് തോന്നിയിരിക്കുന്നു. ആ വ്യക്തി അത് മനസ്സിലാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. ആ വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് സൂചന ലഭിക്കുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാകാം, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്ന് വീണ്ടും വരുന്നതാകാം. എന്തായാലും നിങ്ങൾക്ക് സൂചന ഉടൻ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് മഞ്ഞ നിറത്തിലുള്ള പൈല് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത പൈല് മഞ്ഞ നിറത്തിലുള്ള പൈലാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗാണ് പറയുന്നത്. നിങ്ങളറിയാതെ ഇഷ്ടപ്പെടുന്ന, മോഹിക്കുന്ന വ്യക്തി ആരാണ്? അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? എന്തുകൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മാത്രമായിട്ട് എന്തുകൊണ്ട് അവർ സഞ്ചരിക്കുന്നു? എന്തുകൊണ്ട് അവർ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു? അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങളെ മാത്രം അവർ സ്നേഹിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അതിനേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കതിൽ റിസൾട്ട് കിട്ടും. നമുക്ക് ആദ്യത്തെ കാർഡ് തന്നെ നോക്കാം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് ആ വ്യക്തി. തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ വ്യക്തി പുതുതായിട്ട് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞായിരിക്കും. നിങ്ങൾ മുൻപ് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളെ ആ വ്യക്തി നിങ്ങളറിയാതെ കാണുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളിലോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നു, നിങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആ കാര്യങ്ങൾ അറിയുകയാണ്. ആരെങ്കിലുമായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ മറ്റേതെങ്കിലും വഴിയോ സോഴ്സിലൂടെയോ നിങ്ങളറിയാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആ വ്യക്തി ശ്രമിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങളെ വെറുതെ അറിയുകയല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയും തോറും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഒരു വ്യക്തി ഒരാളെക്കുറിച്ച് അറിയുന്നത്? നിങ്ങൾക്ക് അജ്ഞാതനായ ഒരു വ്യക്തി, നിലവിൽ നിങ്ങൾ മുൻപ് ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, നിങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ പേര് പോലും വരുന്നില്ല. പക്ഷേ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമായി വരികയാണ്. അതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് നഷ്ടവും വരുത്താൻ ഇപ്പോൾ തയ്യാറായിരുന്നു. കൂടുതൽ അറിയും തോറും ഓരോ നിമിഷവും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്, കൂടുതൽ സ്നേഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനായിട്ട് തയ്യാറായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അത്ര രീതിയിലുള്ളൊരു പോസിറ്റീവ് ലെവലിലേക്ക് ആ വ്യക്തി നിങ്ങളെ എത്തിയിരിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകുന്നു. ഇവിടെ അടുത്ത കാർഡ് വന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റിക്കവറി വന്നിരിക്കുന്നു. അതായത് ഒരിക്കൽ നിങ്ങളെ മുൻപ് ആഗ്രഹിച്ചിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമല്ല. നിങ്ങൾക്ക് നിങ്ങളെ മുൻപ് ആഗ്രഹിച്ചിരുന്നിരിക്കാം. നിങ്ങൾക്കറിവില്ലെങ്കിൽ ആ വ്യക്തി ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല. നിങ്ങളറിയാതെ തൊട്ട് മുൻപെപ്പോഴോ നിങ്ങളെക്ക് വേണ്ടി ആ വ്യക്തി നടന്നിരുന്നു. അത് ചിലപ്പോൾ അതൊന്നും നിങ്ങൾ അറിയണമെന്നില്ല. അതായത് ആ വ്യക്തി നിങ്ങളെ മോഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇടയ്ക്ക് വെച്ച് ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറി. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബന്ധമുണ്ടെന്നോ ഒക്കെ അറിഞ്ഞിട്ടൊക്കെ ആകാം, അല്ലെങ്കിൽ ചില തടസ്സങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ തടസ്സം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണക്കാക്കിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു വരവൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തിക്ക് ഒരു റിക്കവറി സ്കീമുണ്ട്. അതായത് മുമ്പ് എപ്പോഴോ ഇതേ ആഗ്രഹമായിട്ട് ആ വ്യക്തി നടന്നിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് ആ ആഗ്രഹം നിർത്തി വെച്ചിട്ട് പോയ ആളാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ പൂർവാധിക ശക്തിയോടെ നിങ്ങളെ മോഹിക്കുകയാണ്.
വെയിറ്റ് ചെയ്യുകയാണ്, കുറച്ച് നാളായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തക്കം പാർത്തിരിക്കുകയാണ് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട്. അതായത് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്. അതായത് ഈ വെയിറ്റ് ചെയ്യൽ വെപ്രാളപ്പെട്ട് മുന്നിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്നത്. വെപ്രാളപ്പെട്ട് മുന്നിലേക്ക് വരാത്ത കാരണമാണ് ആ വ്യക്തിയുടെ ശ്രമങ്ങൾ നിങ്ങൾ അറിയാത്തത്. പക്ഷെ കണക്കാക്കി വെയിറ്റ് ചെയ്യുകയാണ്. വളരെ ആഴത്തിലുള്ള, വളരെ ഇഷ്ടത്തിലുള്ള ഒരു വെയിറ്റ് ചെയ്യലുകൾ അവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക, ഒരാൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ആശങ്കപ്പെടുന്നില്ല. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത്. കാരണം ആ വ്യക്തി ടാർഗറ്റ് ചെയ്ത ചില കാര്യങ്ങൾ നടക്കുമെന്നാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ നിങ്ങളെ മുൻപ് ആഗ്രഹിച്ച സമയത്ത് നിങ്ങളെ കിട്ടില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് അത് ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കിട്ടാതെ പോയ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ആശങ്കയുമില്ല. അപ്പോൾ ആ വ്യക്തി നേടുമെന്നുള്ളത് ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. ആ വ്യക്തി നേടുമെന്നുള്ളത് ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തി നേടുകയും ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. നേട്ടം ഉണ്ടാക്കുമെന്നാണ്. ആ വ്യക്തി അടയാളങ്ങൾ നോക്കി നിൽക്കുകയാണ്. അതായത് ഏതാണോ കൃത്യമായ അവസരം അതിൻ്റെ അടയാളങ്ങൾ നോക്കി ആ വ്യക്തി നിൽക്കുകയാണ്. ആ അടയാളങ്ങൾ കൃത്യമായിട്ട് വരുന്ന സമയത്ത് ആ വ്യക്തി അപ്രോച്ച് ചെയ്യും. നിങ്ങൾ നോക്കിക്കൊള്ളുക, കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യും. ആ വ്യക്തിയുടെ അപ്രോച്ച് കാണാം. 1 വർഷത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി അതിൻ്റെ ഉള്ളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അതായത് അധികം താമസമില്ല. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ, ഈ ഒരു ഇയറിനുള്ളിൽ തന്നെ ആ വ്യക്തി അത് കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആ വ്യക്തി വിജയം നേടുമെന്നാണ് പറയുന്നത്. അപ്പോൾ കണക്കാക്കിയാണ് ആ വ്യക്തി നടക്കുന്നതാണ്. വിജയം നേടുമെന്ന് ഉറപ്പാണ്. ആ വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. ആ വ്യക്തിക്ക് വിജയം ഉണ്ടാകും. ആ വ്യക്തി ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ, ഈ മോഹിക്കുന്നതിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി തീർച്ചയായിട്ടും വിജയം ഉണ്ടാക്കും. വിജയത്തിലേക്ക് ആ വ്യക്തി തിരിച്ചെത്തും. അതായത് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഒരു ആശങ്കയുമില്ല. ആ വ്യക്തി റിക്കവറി ആകും. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ്. ആ വ്യക്തി അതിൽ വിജയിക്കുകയും ചെയ്യും. അതായത് ആ വ്യക്തിയുടെ സ്വാധീനത്തിൽ നിങ്ങൾ പോകും. ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ മോഹിക്കുന്നുണ്ട്, നിങ്ങളറിയാതെ അത് ആ വ്യക്തി നേടുക തന്നെ ചെയ്യും എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ആ വ്യക്തിക്ക് അത് നേടാൻ കഴിയുമെന്നാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നതിനുള്ളിലേക്കുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്ത് ആ വ്യക്തി അതിലേക്ക് വരികയാണ്. ആ വ്യക്തിയെ തടയാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളെ ലഭിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ വ്യക്തി ചെയ്തു കഴിഞ്ഞു. ആ വ്യക്തി തോൽക്കാൻ തയ്യാറല്ല, പിന്മാറാൻ തയ്യാറല്ല. നിങ്ങളെ മോഹിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആരെന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ആ വ്യക്തിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുകയാണ്. ആ വ്യക്തിയെ തടയാൻ ആർക്കും സാധിക്കില്ല. ആ വ്യക്തി സ്വയമേവ നിൽക്കുകയുമില്ല. നിങ്ങളെ മോഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി അതിൽ വിജയിക്കും, നിങ്ങളെ സ്വാധീനിക്കും. ആ വ്യക്തിയുടെ എല്ലാ ചിന്തയും നിങ്ങളുടെ അധിഷ്ഠിതമാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. ആ വ്യക്തി എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ ആ ചിന്തയിൽ മൊത്തം നിങ്ങളാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നതും സൗഖ്യം കിട്ടുന്നതും സംതൃപ്തി കിട്ടുന്നതും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങളിലേക്ക് എത്തുമ്പോഴും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ആ വ്യക്തിക്ക് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം, ഒരു അറിവനുസരിച്ച് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആ വ്യക്തി നിങ്ങളെ നിന്നൊരിക്കൽ അകന്ന് പോകാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങൾ നോ പറയാതിരിക്കാനുള്ള രീതിയിൽ ആ വ്യക്തി പോവുകയാണ്. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ മോഹിക്കുന്ന ആളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.